നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് എന്ന സ്ഥലത്ത് ആര്യനാട് പുളിമൂട്ടിൽ ശ്രീ കണ്ടൻ ശാസ്താ ക്ഷേത്ര നടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയുള്ള അമ്പലമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവത്തോടനുബന്ധിച്ച് സ്ത്രീകളായിരിക്കും പൊങ്കാലയിടുന്നത്. എന്നാൽ കേരളത്തിൽ പുരുഷന്മാർ പൊങ്കാലയിടുന്ന ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ. അതാണ് ആര്യനാട് പുളിമൂട്ടിൽ ശ്രീ കണ്ടൻ ശാസ്താ ക്ഷേത്രം. അപ്പോൾ അവിടുത്തെ പൈങ്കുനി ഉത്ര പുരുഷ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന പൊങ്കാലയുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ പുരുഷ പൊങ്കാലയുടെ പ്രാധാന്യവും ഐതിഹ്യവും ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെ വിശദമായി അറിയാം. വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ആര്യനാട് പുളിമൂട്ടിൽ ശ്രീ കണ്ടൻ ശാസ്താ ക്ഷേത്രത്തിലെ ഭാരവാഹികളാണ് ഈ നിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവും ഇവിടെ പുരുഷ പൊങ്കാല ഇടാനുണ്ടായ സാഹചര്യമല്ല അവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സെക്രട്ടറി അല്ലേ? അതെ. പേര്? എൻ്റെ പേര് സുരേഷ് ബാബു. പുളിമൂട്ടിൽ ശ്രീ കണ്ടൻ ശാസ്താ ക്ഷേത്രം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ്. ഇവിടെ ഇപ്പോഴത്തെ പ്രധാനമായ പങ്കുനിയുത്ര മഹോത്സവത്തോടനുബന്ധിച്ച് പുരുഷ ഭക്തന്മാരുടെ നേർച്ച പൊങ്കാലയാണ് പ്രധാനമായിട്ടും ഉള്ളത്. 2015 മുതലാണ് നമ്മൾ ഈ പുരുഷ പൊങ്കാല ആരംഭിച്ചത്. അതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അതായത് ആദ്യകാലത്ത് സ്ത്രീകൾ പൊങ്കാലയിട്ടിരുന്ന ഒരു അമ്പലമായിരുന്നു ഇവിടം. എന്നാൽ അതിനുശേഷം അന്ന് ഭയങ്കരമായ പേമാരിയും അതോടൊപ്പം തന്നെ നാശനഷ്ടങ്ങളും ഉണ്ടായി. പിന്നീട് ദേവപ്രശ്നം നടന്ന സന്ദർഭത്തിൽ പുരുഷന്മാരുടെ പൊങ്കാലയാണ് ഏറ്റവും ഉചിതം സ്ത്രീ ഭക്തരുടേക്കാൾ എന്ന് ദേവപ്രശ്നത്തിൽ വിധിച്ചതനുസരിച്ച് നമ്മൾ 2015 മുതൽ സ്ത്രീ ഭക്തജനങ്ങളുടെ പൊങ്കാല ഒഴിവാക്കി പുരുഷ ഭക്തന്മാർക്ക് പൊങ്കാല ഇടുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ നിന്നും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലുമൊക്കെ ധാരാളം ഭക്തർ ഇവിടെ പൊങ്കാല അർപ്പിക്കാനായിട്ട് എത്തിച്ചേരാറുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ തന്നെ 10ഉം 200ഉം പൊങ്കാലയാണ് ഓരോ വർഷവും നടക്കുന്നതെങ്കിലും അതിൻ്റെ എണ്ണം ഇങ്ങനെ വർഷങ്ങൾ കഴിയും തോറും വർദ്ധിച്ചു വരികയാണ്. വർഷങ്ങൾ കഴിയും തോറും ഇനിയും അത് കൂടി വരുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതോടൊപ്പം തന്നെ അഭീഷ്ട വരദായിനിയായ നമ്മുടെ കണ്ടൻ ശാസ്താവിൻ്റെ തിരുമുന്നിൽ പൊങ്കാലയിടുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ അഭീഷ്ട കാര്യങ്ങൾ മുഴുവൻ സാധിക്കാൻ കഴിയുന്നു എന്ന് ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. അത് അനുഭവത്തിലൂടെയും പലരും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിയും തോറും പൊങ്കാലയിടാൻ വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്, പുരുഷ ഭക്തരുടെ. കണ്ടൻ ശാസ്താ ക്ഷേത്രവും അയ്യങ്കാല മഠം ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. അതെന്താണെന്ന് പറയാമോ? അയ്യനാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാണ്ഡ്യദേശത്തു നിന്നുമാണ് അദ്ദേഹം യാത്ര പുറപ്പെട്ടത്. പാണ്ഡ്യദേശത്തു നിന്നും യാത്ര പുറപ്പെട്ട് അച്ചൻകോവിൽ, ആര്യൻകാവ്, കുളത്തൂപ്പുഴ, തേവ്യാരുകുന്ന് എന്നീ സ്ഥലങ്ങൾ വഴി സഞ്ചരിച്ചാണ് ഇന്നത്തെ അയ്യൻകലാമഠം എന്ന ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നു. അന്നത്തെ ആ സന്നിധിയിൽ എത്തിച്ചേരുന്നു. അദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ തന്നെ സഹോദരി തുല്യായ ദേവിയും സഞ്ചരിച്ചിരുന്നു. എന്നാൽ ദേവി അയ്യനാരോട് കേണപേക്ഷിച്ചു, പ്രിയ ജ്യേഷ്ഠ സഹോദര, അങ്ങയോടൊപ്പം ഞാൻ പിന്തുടർന്ന് സഞ്ചരിക്കുന്നുവെങ്കിലും എനിക്കിരിക്കാൻ സുരക്ഷിതമായ ഒരിടമില്ല. എന്നെ എവിടെയെങ്കിലും കുടിയിരുത്തൂ ജ്യേഷ്ഠ എന്ന് കേണപേക്ഷിക്കുകയും സങ്കടപ്പെടുകയും ചെയ്തു. അപ്പോൾ അയ്യനാർ പറഞ്ഞു, എൻ്റെ സഹോദരി, നീ ഒരു കാര്യം ചെയ്യൂ, നീ ഇവിടെ ഇരുന്നുകൊള്ളൂ. നിനക്ക് പാതുകാപ്പായി, നിനക്ക് സംരക്ഷകനായി ഞാൻ തൊട്ടടുത്ത് തന്നെ നിന്നെ വീക്ഷിച്ച് കുടിയിരുന്നു കൊള്ളാം എന്ന് പറയുകയും ദേവിയെ അവിടെ കുടിയിരുത്തിയ ശേഷം അദ്ദേഹം അന്ന് ഉണ്ടായിരുന്ന പുളിമരം, അതായത് ഈ പ്രധാന ക്ഷേത്രം ഇരിക്കുന്നതിനകത്ത് ഉണ്ടായിരുന്ന ഒരു പടുകൂറ്റൻ പുളിമരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം കുടിയിരിക്കുകയുണ്ടായി. വടക്ക് ദർശനം അരളിക്കൊണ്ട് ദേവിയെ സൂക്ഷിച്ച് ദേവിക്ക് രക്ഷകനായി ഇരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാണുന്ന ഈ ദേവീക്ഷേത്രത്തെ അയ്യൻ കാലാമഠം, അയ്യനാർ ആദ്യം കുടിയിരുന്ന സ്ഥലമായതുകൊണ്ട് അയ്യൻ കാലാമഠം എന്നറിയപ്പെടുകയും പുളിയുടെ മൂട്ടിൽ കുടിയിരുന്നത് കൊണ്ട് പുളിമൂട്ടിൽ ശ്രീ കണ്ടൻ ശാസ്താ ക്ഷേത്രം എന്ന് അറിയപ്പെടുകയും ചെയ്തു. മുൻകാലങ്ങളിൽ ഇവിടെ ബ്രാഹ്മണ പൂജ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇത് വെള്ളാള മഹാസഭയുടെ കീഴിലുള്ള വെള്ളാള സമുദായക്കാരുടെ കുടുംബക്ഷേത്രമായിട്ടാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. കുടുംബത്തിലെ ആ സമുദായത്തിൽപ്പെട്ട കാരണവരായ ശാന്തിക്കാരനായിരുന്നു ഇവിടുത്തെ പൂജാവൃത്തികൾ ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് നടത്തി വന്നിരുന്നത്. എന്നാൽ ഉണ്ടായ ചില ദുഷിച്ച ചില സംഭവ വികാസങ്ങൾ ക്ഷേത്രത്തിലുണ്ടായി. ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണ പൂജ അവസാനിച്ച് സാമുദായിക പൂജയിലേക്ക് കടക്കുകയുണ്ടായി. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ബ്രാഹ്മണ പൂജ ആരംഭിച്ചിരിക്കുകയാണ്. ഇതാണ് ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഐതിഹ്യം. മറ്റൊന്ന്, ഈ ക്ഷേത്രത്തിൽ പ്രധാന വിഗ്രഹം ശ്രീ കണ്ടൻ ശാസ്താവും ഉപദേവതയായി ദേവിയുടെ വിഗ്രഹം വലതുഭാഗത്തും
ഇപ്പൊ ഇടതുഭാഗത്ത് അദ്ദേഹത്തെ ദർശിച്ച് കിഴക്ക് ദർശകനായിരിക്കുന്ന വീരഭദ്രനും 3 പേരും പ്രധാന വിഗ്രഹങ്ങളും, പിന്നെ മാടൻ തമ്പുരാൻ, മന്ത്രമൂർത്തി, നാഗരാജാവ്, നാഗയക്ഷി, നാഗകന്യക, ഗണപതി ഭഗവാൻ, അഗ്നിദേവൻ തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ട്. മലദൈവങ്ങളെ സങ്കല്പിച്ചുകൊണ്ടുള്ള പ്രധാന ഒരു വഴിപാട് ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നുള്ളത് ഉത്തരനാളായ ഇന്നാണ്. മലദേവന്മാരായ തമ്പുരാന്മാർക്കും തമ്പുരാട്ടിമാർക്കും സങ്കല്പിച്ചുകൊണ്ട് അശൈവ പൂജയാണ് തികച്ചുന്നത്. ക്ഷേത്രം ശൈവ പൂജയിൽ അധിഷ്ഠിതമാണെങ്കിലും ആ പൂജ അശൈവ പൂജയാണ്. അത് രാത്രി ഭഗവാൻ പുറത്തെഴുന്നള്ളെത്തി ഊരുവെള്ളം വെച്ച് എല്ലാ ഭക്തജനങ്ങളെയും കണ്ട് അനുഗ്രഹാശിസുകൾ നൽകി ക്ഷേത്രത്തിലേക്ക് മടങ്ങിയെത്തിയ ശേഷമാണ് ആ അശൈവ പൂജ നടക്കുന്നതും. അശൈവ പൂജയ്ക്ക് ശേഷം ക്ഷേത്ര പരിസരം വൃത്തിയാക്കിയ ശേഷമാണ് ഇവിടുത്തെ പ്രധാന വിളക്ക് പൂജ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ വിൽപ്പാട്ടും പിന്നെ പുലർച്ചെ ഭക്തി നിർഭരമായ ആഴി പൂജയും നടന്നു വരുന്നു. അയ്യനാരുടെ വരവ് മുതൽ ക്ഷേത്ര സന്നിധിക്കുള്ളിൽ പ്രവേശിക്കുന്നത് വരെയുള്ള വിവരണങ്ങൾ വിവരിച്ചുകൊണ്ടാണ് വിൽപ്പാട്ട് എന്ന സങ്കല്പവും വിൽപ്പാട്ട് നടക്കുന്നത്. ഇത് ശരിക്കും തമിഴിൽ അധിഷ്ഠിതമായ ഭാഷയും കഥയുമാണ് ആ വിൽപ്പാട്ടിലൂടെ അവതരിപ്പിക്കുന്നത്. മുൻകാലങ്ങളിൽ തമിഴ് ദേശീയരായ ഭക്തന്മാർ വന്നാണ് വിൽപ്പാട്ട് നടത്തിയിരുന്നത്. ഇപ്പോൾ ഇത് കൈമാറി ഈ സമുദായത്തിൽ തന്നെ ഉൾപ്പെട്ട അമ്മൻ കോവിൽ വിൽപ്പാട്ട് സംഘം എന്നറിയപ്പെടുന്ന ഒരു സംഘമാണ് ആ വിൽപ്പാട്ട് അവതരിപ്പിക്കുന്നത്. അതിൽ തന്നെ ആദ്യം പറയുന്നത് പാൽക്കടലിൽ പള്ളി കൊള്ളും അയ്യനാരേ അയ്യനാരേ. ഗണപതി സ്തുതിക്ക് ശേഷം ഇങ്ങനെ തുടങ്ങുന്നു. പുലർച്ചെ ആഴി പൂജയ്ക്ക് തൊട്ടു മുമ്പായി അയ്യനാരെ, പുറത്തു നിൽക്കുന്ന അയ്യനാരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് വരവേറ്റുകൊണ്ട് അയ്യൻ നടന്താര സുരമുത്തിൽ അയ്യൻ നടന്താര. സുരമുത്ത് അയ്യനാരാണെന്ന് പറയും. പാണ്ഡ്യദേശത്തെ സുരമുത്ത് അയ്യനാരാണ് ഈ ക്ഷേത്രത്തിൽ വന്ന് കുടിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ വരവേൽക്കുകയാണ്. അയ്യൻ നടന്താര സുരമുത്തിൽ അയ്യൻ നടന്താര അയ്യൻ നടന്താര സുരമുത്തിൽ അയ്യൻ നടന്താര. ആ പാട്ട് പാടുമ്പോഴേക്കും അതിനനുസരിച്ച് താളമേളങ്ങളും വാദ്യഘോഷങ്ങളും ഉയരുന്നു. അപ്പോൾ വ്രതശുദ്ധിയോട് നിൽക്കുന്ന ഭക്തന്റെ ശരീരത്തിൽ അയ്യനാരുടെ ചൈതന്യം ആവാഹിക്കപ്പെടുകയും അനുഗ്രഹീതനായ അദ്ദേഹം ശാസ്താവിന്റെ പ്രധാന ആയുധങ്ങളായ ചങ്ങല ശിരസിൽ അണിഞ്ഞുകൊണ്ട് ഈ ക്ഷേത്ര ചുറ്റും വെള്ളം വെച്ച് നൃത്തമാടി നല്ല കനൽ കട്ട കിടക്കുന്ന ആ അഗ്നിയെ വാരി പുഷ്പങ്ങൾ വാരിയെറിയുന്നത് പോലെ വാരിയെറിഞ്ഞ് ഭക്തരുടെ മുമ്പിൽ സന്തുഷ്ടനാകുന്നു. ഭക്തർക്ക് ഭക്ഷണം മറ്റു വിഭൂതികൾ നൽകി അനുഗ്രഹാശികൾ നേരുന്നു. പൂജ അതോടുകൂടി അവസാനിക്കുകയും ചെയ്യും.
കണ്ടശാസ്ത്ര ക്ഷേത്രവും അയ്യങ്കാല മഠവും തമ്മിൽ ചരിത്രപരമായൊരു ഐതിഹ്യമുണ്ട്. മഠത്തിലെ ദേവിയും കണ്ടശാസ്താവും തമ്മിൽ സഹോദരി സഹോദരന്മാരാണെന്നുള്ള ഐതിഹ്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പങ്കുനൂത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രസന്നിധിയിൽ അയ്യങ്കാല മഠം ഭഗവതി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും പൊങ്കാല ഇട്ട് വരികയാണ്. എൻ്റെ പേര് വിപിൻ കൃഷ്ണ എന്നാണ്. ഇത് എൻ്റെ അനിയനാണ് ആനന്ദ്. ഞങ്ങളുടെ കടയ്ക്കൽ നിന്നാണ് വരുന്നത്. കടയ്ക്കൽ. ഇത് സെക്കൻഡ് 2ാം വർഷമാണ്. ഒരു വ്യത്യസ്തമായ പൊങ്കാല. അത് കേട്ടപ്പോൾ വരാൻ തോന്നി. അതാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത് വളരെ സന്തോഷമാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഈ വർഷം വരണമെന്ന് തോന്നി. വീണ്ടും ഡേറ്റ് കാത്തിരുന്നിട്ടാണ് എത്തിയത്. ഇനിയും വരുന്ന വർഷങ്ങളിലും വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കുറേ വലിയൊരു പുരുഷന്മാരുടെ കൂട്ടായ്മ, നമുക്ക് വേറൊരു സ്ഥലത്തും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വ്യത്യസ്തമായ പൊങ്കാല, അതിലൊരു ഭാഗമാകാൻ പറ്റിയത് വലിയ സന്തോഷം. എൻ്റെ പേര് ബിജു. ഞാൻ കൊക്കോട്ടിലാണ് താമസം. ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ പൊങ്കാലയിടാൻ വന്നത്. പോയ വർഷങ്ങളിലെല്ലാം പൊങ്കാലയിടാൻ വരണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പൊങ്കാല വന്ന് കാണാനും അതിൻ്റെ ആ ഭക്തിസാന്ദ്രമായ പുരുഷന്മാരുടെ സാന്നിധ്യം എന്നെ ഏറെ ആകർഷിച്ചു. എന്തായാലും ഈ വർഷം അയ്യൻ്റെ നടയിൽ പൊങ്കാലയിടാൻ എനിക്കും അയ്യനൊരു അവസരം തന്നു. തുടർന്നുള്ള വർഷങ്ങളിലും വളരെ ഭക്തിസാന്ദ്രമായി തന്നെ ഈ പൊങ്കാലയിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പേര് അനന്തു എന്നാണ്. ഞങ്ങള് കരിക്കകത്ത് നിന്നാണ് വരുന്നത്, തിരുവനന്തപുരത്ത്. ആദ്യത്തെ വർഷമാണ് വരുന്നത്. കുറെ കാലമായിട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ നടന്നില്ല. ഇത് ആദ്യത്തെ വർഷമാണ് വരുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. കാരണം അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം ഒരു പ്രത്യേകത സവിശേഷത ഉള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രസൻസും ഗ്രേസും ഒക്കെ ഈ അമ്പലത്തിനുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ളൊരു അനുഭവമാണ് ഇവിടെ.
ശ്രീകണ്ഠശാസ്ത്ര ക്ഷേത്രത്തിൽ ക്ഷേത്ര നടയിൽ അയ്യങ്കാല മഠത്തിലെ പൊങ്കാല നമ്മൾ കണ്ടു. അതുപോലെ ക്ഷേത്രത്തിന് പുറത്ത് ആ ആർച്ച് തുടങ്ങുന്ന ഓപ്പോസിറ്റ് റോഡിലായിട്ട് ചെമ്പമംഗലത്ത് ഭദ്രകാളി ക്ഷേത്രത്തിന്റെ കമ്മിറ്റിക്കാര്, ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെ ഇതാ വലിയ പൊങ്കാല ഇടുകയാണ്. അപ്പോൾ ഇവർ ആ പൊങ്കാല ഇടേണ്ട സാഹചര്യം എന്താണെന്ന് നമുക്ക് ചോദിച്ചത്. എന്താണ് നിങ്ങൾ ഈ പൊങ്കാല ഇടാൻ? പുള്ളിമൂട് ശ്രീകണ്ഠശാസ്ത്ര ക്ഷേത്രത്തിലെ പങ്കുനി ഉത്ര മഹോത്സവവുമായി ബന്ധപ്പെട്ട് ആര്യനാട് തുളൂർ ചെമ്പമംഗലം ശ്രീ ഭദ്രകാളി മഹാക്ഷേത്ര ട്രസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പൊങ്കാല സമർപ്പണം നടത്തുന്നത്. അതുപോലെ തന്നെ പങ്കുനി ഉത്ര മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഈ പൊങ്കാല തുടങ്ങിയ വർഷം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ വർഷങ്ങളിലും മുടങ്ങാതെ ക്ഷേത്ര ട്രസ്റ്റ് കമ്മിറ്റി പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഭഗവാന്റെ സഹോദരി സ്ഥാനമാണ് ചെമ്പമംഗലത്തമ്മയ്ക്ക്. ആയതിനാൽ എല്ലാവിധ ഒരു കുറവ് ഒന്നും വരുത്താതെ എല്ലാവിധ പാൽപായസ കൂട്ടാണ് ഇവിടെ അർപ്പിക്കുന്നത്. അതിന് നേതൃത്വം ട്രസ്റ്റ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഭഗവാനെ അനുഗ്രഹിച്ചു വരുന്ന ഒരു തുള്ളലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പനിനീരുണ്ട്, അതുപോലെ പുഷ്പവൃഷ്ടിയുണ്ട്. ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ അടുത്താണ് ആര്യനാട്. 4-5 വർഷമായി. വ്യത്യസ്തമായ ഒരു സംഭവമാണ്. പിന്നെ എല്ലാ വർഷം ഒരുപാട് സ്ത്രീകൾക്ക് ഇടാനുള്ള അവസരമുണ്ട്. പക്ഷെ നമുക്ക് ആ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അപ്പോൾ അത് ഉപയോഗിക്കാന്നുള്ള ഇതേ ഉള്ളൂ. എൻ്റെ ഒരു സ്വരൂപം എന്നാണ്. ഞാൻ ആര്യനാട് പള്ളിവേട്ടയാണ് താമസിക്കുന്നത്. ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഇത് തുടങ്ങിയ കാലം മുതൽ വരുന്നുണ്ട്. എൻ്റെ അറിവിൽ ഈ അമ്പലത്തില്ലാതെ വേറൊരിടത്തും ഒരു ആൺപൊങ്കാല നടക്കുന്നതായിട്ട് നമുക്കറിയില്ല. ഇവിടെ തന്നെയാണ് ഇന്ത്യയിൽ തന്നെ ഇവിടെ തന്നെയാണ് നടക്കുന്നതെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അത്രയും ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ പൊങ്കാല ഇടാൻ വരുന്നത്. നമ്മളെല്ലാം വ്രതശുദ്ധിയോടുകൂടി ഇടാൻ വരുന്നത്. ചൂഴയിലാണ് താമസിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. ഇവിടെ എല്ലാ വർഷവും പൊങ്കാലയുണ്ട്, പക്ഷേ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ്. എന്താണ് നമ്മളെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പൊങ്കാല ഇടുന്നത്. ഇവിടെ നിന്ന് എന്ത് പറഞ്ഞ് നമ്മൾ പൊങ്കാലിട്ടാൻ അത് സാധിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. സ്ഥലം ചാങ്ങ, വളനാട് ചാങ്ങ. ഞാനും ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം ഇവിടെ അന്നദാനം കഴിക്കാൻ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം തന്നെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആ വർഷം തന്നെ മനസ്സിലൊരു ആഗ്രഹം തോന്നി ഭഗവാന്റെ നടയിൽ ഈ പ്രാവശ്യം വന്ന് പൊങ്കൽ അർപ്പിക്കാനെന്ന്. അതിന് ദൈവ സഹായം കൊണ്ട് അത് സാധിച്ചു. എൻ്റെ പേര് ദീപകുമാർ. 2015-ലാണ് ഇവിടെ പൊങ്കാലയുടേത് തുടങ്ങിയത്. ആദ്യം മുതൽ പെണ്ണുങ്ങളാണ് ഇവിടെ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദേവപ്രശ്നം വച്ചപ്പോൾ തെളിഞ്ഞ കാര്യം അയ്യനാരുടെ നടയിൽ ആണുങ്ങളെ പൊങ്കാലയാണ് ഉത്തമം എന്ന് ദേവസ്ഥാനത്തിൽ മനസ്സിലാക്കി. അങ്ങനെ 2015 തൊട്ട് ഇങ്ങോട്ട് അത് കഴിഞ്ഞുള്ള പൊങ്കാലയെല്ലാം ആണുങ്ങളെ പൊങ്കാലയാണ് തുടർന്നായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ 2 വർഷം ഇടാതെ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ വർഷങ്ങളും പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് മിഥുൻ, കോട്ടയ്ക്കകത്താണ്, ഇവിടെ ഉള്ളതാണ്. ഞാനിപ്പോൾ ഒരു 5 വർഷമായി പൊങ്കാല ഇടുന്നുണ്ട്. ഇപ്പോൾ മകന് വേണ്ടിയിട്ടാണ്. മകന് നേർച്ച ഉണ്ടായിരുന്നു. മോനിപ്പോൾ 2 വയസ്സാവണുണ്ട്. കഴിഞ്ഞ വർഷം അവനെ കൊണ്ട് ഇടിയിപ്പിച്ച് അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത്. 2 പേർക്കും കൂടെ ഇടുന്നത്. പേര് രാജേന്ദ്രൻ. സ്ഥലം ഇവിടെ ആനന്ദേശ്വരം. ഇവിടെ പുരുഷ പൊങ്കാല തുടങ്ങിയ കാലം തൊട്ട് ഈ വർഷം വരെ ഉണ്ട്. എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് വരുന്നുണ്ട്. ഈ വർഷവും വന്നു.
എൻ്റെ പേര് അരുൺ ശേഖർ. ഞാൻ ജോലി ചെയ്യുന്നത് ലണ്ടനിലാണ്. ഞാൻ ലണ്ടനിൽ നിന്നാണ് വന്നത്. പൊങ്കാലയിടാനായിട്ട് വന്നതാണ്. ഞാൻ പണ്ട് ഇതിനു മുമ്പ് 2 തവണ വന്നു. 2017-ലും 2023-ലും വന്ന് പൊങ്കാല ഇട്ടിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് സൂര്യൻ്റെ വീടിനടുത്താണ് അമ്പലം. അങ്ങനെയുള്ള പരിചയമാണ്. ഇതല്ലാതെ നമ്മൾ അയ്യപ്പൻ കെട്ടൊക്കെ അമ്പലത്തിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ വന്ന് തൊഴുവാറുണ്ട്. ഒരുപാട് വിശ്വാസമുള്ള അമ്പലമാണ്. ഇതിനു മുമ്പ് വന്ന് പൊങ്കാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊങ്കാല ഇടാനായിട്ട് ലീവ് എടുത്ത് വന്നതാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇവിടുത്തെ ആൾക്കാർ വന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷം മാത്രമാണ് ഈ പൊങ്കാല അർപ്പിക്കുന്നത്. പുളിമൂട്ടിൽ ശ്രീകണ്ഠൻ ശാസ്ത്ര ക്ഷേത്രത്തിൽ എണ്ണം പ്രതി വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. നമ്മുടെ പുരുഷൻ ഈ അയ്യനാർക്ക് സമർപ്പിക്കുന്ന ഒരു കാണിക്ക കൂടെയാണ്. എല്ലാവരും ഈ സ്വാമിയെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ എന്തായാലും അതിനൊരു പ്രതിഫലം നമുക്ക് ഉണ്ടാകും എന്ന് തീർച്ച ഒരു വിശ്വാസത്തോടെയാണ് നമ്മൾ ഈ പൊങ്കാല അർപ്പിക്കുന്നത്.
ഞങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രണ്ടാം തീയതിയിൽ ആരംഭിച്ചിരിക്കുകയാണ്.
അപ്പോൾ ആരനാട് ശ്രീ കണ്ടൻ ശാസ്താ ക്ഷേത്രത്തിലെ പുരുഷ പൊങ്കാലയും ഇവിടുത്തെ ഐതിഹ്യവും കാര്യങ്ങളെല്ലാം വളരെ വിശദമായി നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പൊങ്കാല കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ തീരുന്നില്ല. ഇന്ന് വൈകുന്നേരം വിപുലമായിട്ടുള്ള ഒരു ഘോഷയാത്രയുണ്ട്. അതിന് ശേഷം രാത്രിയോടുകൂടി 8 മണിക്ക് ഒരു വിൽപ്പാട്ട് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ 2 കാഴ്ചകളും കൂടി 2 എപ്പിസോഡുകളിലായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ബാക്കി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.